ഹലോ എവരി വൺ, വെൽക്കം ടു യുണൈറ്റഡ് ടേസ്റ്റ്. യുണൈറ്റഡ് ടേസ്റ്റിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് ഞാൻ ഓണം സ്പെഷ്യലായിട്ട് ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നേന്ത്രപ്പഴം കൊണ്ടുണ്ടാക്കുന്ന ഒരു പായസം. സിമ്പിളായിട്ട് വളരെ ക്വിക്കായിട്ട് ചെയ്യാവുന്ന ഒരു പായസമാണിട്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കിയാലോ. ഈ നേന്ത്രപ്പഴ പായസം ഞാൻ 2 നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഏത്തപ്പഴം, നേന്ത്രപ്പഴം എന്നൊക്കെ പറയും. അങ്ങനത്തെ ഒരു പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 2 എണ്ണം. പിന്നെ ശർക്കര എടുത്തിട്ടുണ്ട്. ഈ ശർക്കര നമുക്ക് പാനിയാക്കി മാറ്റണം. അത് നമുക്ക് ചെയ്ത് വെക്കണം ഉണ്ടാക്കി തുടങ്ങുന്നതിന് മുന്നേ. അപ്പോൾ ഇത് ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ. എനിക്ക് അത്രയ്ക്കും മധുരം ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ശർക്കര എടുത്തിട്ടുള്ളൂ. പിന്നെ ഗാർണിഷ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാഷ്യൂനട്ടും കിസ്മിസും എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇതിനകത്ത് തേങ്ങാപ്പാലിന് പകരം കോക്കനട്ട് ക്രീമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അത് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഇൻസ്റ്റൻ്റായിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു പായസമാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കോക്കനട്ട് ക്രീം ഉപയോഗിക്കുന്നത്. തേങ്ങ പിഴിയണ്ട, പാലെടുക്കണ്ട, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ നെയ്യ് ഒഴിക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ തന്നെ ആദ്യം നമുക്ക് കാഷ്യൂനട്ടും മറ്റേ റൈസിൻസും ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് അതിൽ സെയിം ഗീയിൽ തന്നെ നമുക്ക് പഴം വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ കാഷ്യൂനട്ടും അതും ഒപ്പം ഇട്ടിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ജസ്റ്റ് അതൊന്ന് അതിൻ്റെ ഒരു റോ ഇത് പോകാൻ വേണ്ടി മാത്രം. എളുപ്പം നമുക്കത് എടുത്ത് മാറ്റുകയും ചെയ്യാം. ഓക്കെ, നമുക്കത് എടുക്കാം കേട്ടോ. അപ്പോൾ കാഷ്യൂനട്ടും കിസ്മിസും ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ പഴം ചേർത്ത് കൊടുക്കുകയാണ്. നല്ല രീതിയിൽ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ആ പഴം നന്നായിട്ട് അതൊന്ന് ആ ഗീയിൽ വഴണ്ട് വരണം. പഴം നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. ആ പച്ച കളറൊക്കെ മാറി. ഇപ്പം നമുക്കിതിലേക്ക് തീ അല്പം കുറച്ച് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ആ ശർക്കര ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അരിച്ചിട്ട് ഒഴിക്കണേ. അതിൽ നമുക്കിനി ഇതിനെ നല്ല രീതിയിൽ വേവിച്ചെടുക്കാം. കുറച്ച് നേരം നന്നായിട്ട് അതിനൊന്ന് വഴറ്റി എടുക്കാം കേട്ടോ. ആ ശർക്കരയിൽ കിടന്ന നല്ല രീതിയിൽ അതൊന്ന് മെൽറ്റായി വരണം. അത്ര അങ്ങോട്ട് മെൽറ്റാവണ്ട, എന്നാലും നല്ല രീതിയിൽ അത് കുക്കാവണം. നമ്മുടെ പഴം ശർക്കരയിൽ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ക്രീം ചേർത്ത് കൊടുക്കാം കേട്ടോ. ക്രീമും ഒരു നുള്ളുപ്പും ഇത് ബാലൻസ് ചെയ്യാനായിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ക്രീമിൽ കുറച്ച് ഇങ്ങനത്തെ 3 ടേബിൾ സ്പൂൺ ക്രീം എടുത്തിട്ട് അതിൽ തന്നെ അത്രയും തന്നെ വെള്ളം ചേർത്ത് ഒന്ന് തിന്നാക്കിയതാണ് കേട്ടോ. അത് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇനിയും വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടെ അതിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് ഇതിലേക്ക് ഒരല്പം ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. ഞാൻ ഈ ഏലക്കപ്പൊടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. എനിക്ക് ആ ഫ്ലേവറൊന്നും ഇഷ്ടമല്ല. പ്ലെയിനായിട്ടുള്ള ആ ഒരു പായസമാണ് ഇഷ്ടം. ഏലക്കപ്പൊടി പായസത്തിൽ എനിക്ക് ചില സമയത്ത് പിടിക്കാറില്ല. പിന്നെ പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോൾ വേറെ ഓപ്ഷനില്ലല്ലോ, നമുക്കത് കഴിച്ചേ പറ്റും. വീട്ടിൽ ഞാൻ ഉണ്ടാക്കുമ്പോൾ എൻ്റെ ആ ഒരു ഇഷ്ടത്തിനാണ് ചെയ്യാറ്. നിങ്ങൾക്ക് ഇതിലേക്ക് ഏലക്കയൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ ബേസിക്കലി മിക്കവർക്കും ഇഷ്ടമല്ല ഏലക്ക. അപ്പോൾ നല്ല രീതിയിൽ അത് യോജിച്ച് വന്നിട്ടുണ്ട്. ജസ്റ്റ് തളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിന് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു കാഷ്യൂനട്ടും ഇതും കൂടി ഇട്ടിട്ട് നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. കണ്ടോ, നല്ല
നല്ല സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പായസം വളരെ സിമ്പിളാണത് ചെയ്യാനായിട്ട്. നമ്മൾ ഈ കോക്കനട്ട് ക്രീം ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഈസി ആയിട്ട് പറ്റുന്നത്. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കിസ്മിസും കാഷ്യൂനട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് ഞാൻ ഫൈനൽ ഗാർണിഷിന് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പകർത്താട്ടോ. കണ്ട നല്ല കൺസിസ്റ്റൻസി അല്ലേ പായസത്തിന്. ഭയങ്കര സിമ്പിളാണ് കേട്ടോ, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ഐറ്റമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ക്വിക്കായിട്ടൊരു പായസം ഉണ്ടാക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതാ മക്കളെ, നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പറല്ലേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. ഇതിപ്പോൾ നോക്കാം. നല്ല യമ്മിയാണ് കേട്ടോ, നല്ല ടേസ്റ്റുണ്ട്. പഴം ആണെന്ന് മനസ്സിലാവും. ആ പഴത്തിൻ്റെ ചങ്ക്സ് നമുക്ക് കടിക്കാൻ കിട്ടും. ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് വേവിച്ച് ഉടച്ചിട്ടില്ല. ഒരു അടപ്രഥമനൊക്കെ കഴിക്കുന്ന അപ്പോൾ ആ സമയത്ത് നമുക്ക് അട കിട്ടില്ലേ, അതുപോലെ തന്നെ ഈ പഴത്തിൻ്റെ പീസുകളും കിട്ടും. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. പറ്റുമെങ്കിൽ ഓണത്തിന് ഈ ഒരു ഐറ്റം കൂടി ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വളരെ നല്ല ഒരു ഓണം ആശംസിക്കുന്നു. അപ്പോൾ ഹാപ്പി ഓണം. അപ്പോൾ ഇനി ഇതിൽ നല്ലൊരു ഡിഷുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ ഫ്രം ജിവിൻ.